മൊഡ്യൂൾ 4 സ്ട്രക്ചറൽ അനാലിസിസ് മൊഡ്യൂൾ 4 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേബിൾസ് ആൻഡ് സസ്പെൻഷൻ ബ്രിഡ്ജസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കേബിളിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരു റിവറിന് എക്രോസ് ആയിട്ട് ചെയ്തേക്കുന്ന കേബിളാണ്. കേബിൾ എന്ന് പറയുമ്പോൾ രണ്ട് ടവേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ കേബിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കേബിൾസ് എന്ന് എടുക്കാം. അതുപോലെ ഈ വെർട്ടിക്കലായിട്ട് കാണുന്നത് സസ്പെൻഡേഴ്സ് ആണ്. അതുപോലെ ഈ ഒരു ഇൻക്ലൈൻ പോർഷനിൽ കാണുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്ന ആങ്കർ കേബിളാണ്. അതുപോലെ ഇതെന്ന് പറയുന്നത് ടവറാണ്. ടവർ മീൻസ് സപ്പോർട്ട് ചെയ്ത് വയ്ക്കും. നമ്മുടെ കേബിള് ഈ ടവേഴ്സിലായിരിക്കും കണക്റ്റഡ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ടൈപ്പിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. ഗൈഡഡ് പുള്ളി സപ്പോർട്ടും റോളർ സപ്പോർട്ടും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നോക്കാൻ പോകുന്ന ഇക്വിലിബ്രിയം ഓഫ് കേബിൾസ് ആണ്. ഇക്വിലിബ്രിയം ഓഫ് കേബിൾസ് എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്കറിയാം. സിഗ്മ എം ഈക്വൽ ടു 0, സിഗ്മ വി ഈക്വൽ ടു 0, സിഗ്മ എച്ച് ഈക്വൽ ടു 0. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇനി കേബിളിൽ പറയുമ്പം എങ്ങനെയായിരിക്കും പറയുമെന്ന് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ കേബിളിൻ്റെ പോർഷൻ ഉണ്ട്. ഇതിലൊരു പോയിന്റ് ലോഡ് W1, W2, W3 എന്ന് പറയുന്ന പോയിന്റ്സ് ലോഡ് ആക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു UDL ലോഡും ആക്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് റിയാക്ഷൻസ് VA VB ഉണ്ട്. ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ഉണ്ട്. ഡിസ്റ്റൻസ് എല്ലാം തന്നെ തന്നിട്ടുണ്ട്. അതിനിടയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെക്ഷൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. XX എന്ന് പറയുന്ന സെക്ഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ആ XX എന്ന് പറയുന്ന സെക്ഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് കാൽക്കുലേഷൻസ് വരുന്നത്. XX എബൌട്ടായിട്ട് നമുക്ക് മൊമെൻ്റ് എടുക്കാം. മൊമെൻ്റ് എടുക്കുന്ന സമയത്ത് MX എന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ VA എടുക്കുക. ഈ VA ഇൻറ്റു ഇവിടെ ഉണ്ട് X ഡിസ്റ്റൻസ്. XX വരെയുള്ള ഡിസ്റ്റൻസ് X എന്ന് നമുക്ക് ഫിഗറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം BA ഇൻറ്റു X മൈനസ് അടുത്ത W1 നോക്കാം. W1 ഇൻറ്റു ഈ XX സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ XX സെക്ഷൻ എടുക്കുന്ന സമയത്ത് ടോട്ടൽ Xൽ നിന്നും ഈ പറയുന്ന A1 ഡിസ്റ്റൻസ് മൈനസ് ചെയ്താൽ മതി. ഇത്ര വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. ദെൻ വീണ്ടും W2 ഉണ്ട്. W2 എടുക്കുന്ന സമയത്ത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ് നമുക്ക് ആവശ്യം. ഇത് എടുക്കുമ്പോൾ ടോട്ടൽ X ഡിസ്റ്റൻസിൽ നിന്ന് A2 കുറച്ചാൽ മതി. അടുത്തുള്ളത് ഇവിടുത്തെ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് ആണ്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അപ്പോൾ H ഇൻറ്റു Y ആണ് വരുന്നത്. H ഇൻറ്റു Y ഈസ് ഈക്വൽ ടു 0. ഇനി ഞാൻ ഇതിൽ നിന്ന് HY ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സിൻ്റെ ഇക്വേഷൻ മാറ്റി അതിനുശേഷം ഈ പറയുന്ന VA X മൈനസ് W1 X മൈനസ് A1 മൈനസ് W2 X മൈനസ് A2 മൈനസ് HY എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് HY എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ HY ഈസ് ഈക്വൽ ടു, കാരണം മൈനസ് HY ഇപ്പുറത്ത് പോകുമ്പോൾ പോസിറ്റീവ് ആവും. ദെൻ VA ഇൻറ്റു X മൈനസ് W1 ഇൻറ്റു X മൈനസ് A1 മൈനസ് W2 ഇൻറ്റു X മൈനസ് A2. HY എന്ന് പറയുന്നത് ബീമിൻ്റെ മൊമെൻ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത് കേബിൾ സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് ലോഡാണ്. കോൺസെൻട്രേറ്റഡ് ലോഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു Y1 ഡിഫ്ലക്ഷൻ ബേസ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നമ്മൾ Y1, Y2, Y3 പറയുന്നത്. അതുപോലെ ഇതിൻ്റെ ഇക്വേഷൻസ് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കേബിൾ സബ്ജക്റ്റഡ് ടു കോൺസെൻട്രേറ്റഡ് അല്ലെങ്കിൽ പോയിന്റ് ലോഡിൽ ഈ ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. Y1 കണ്ടുപിടിക്കണമെങ്കിൽ M1/H, Y2 M2/H, Y3 M3/H. ഇനി ഇതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ലൈറ്റ് കേബിൾ ഈസ് സപ്പോർട്ടഡ് അറ്റ് 2 points 20 meter apart which are at the same level. The cable supports the concentrated loaded as shown in figure. The deflection of first point is found to be 0.8 meter. Determine the reactions in different segments and the total length of the segment or cable. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ ഡിസ്റ്റൻസ് 20 മീറ്റർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് പോയിൻറ്റ്സിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ രണ്ട് സപ്പോർട്ട്സിനിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 മീറ്റർ തന്നിട്ടുണ്ട്. കറക്റ്റ് അത് ഓരോ പോയിന്റിലും എത്രയാണെന്നും അവിടുത്തെ ആ ഒരു ഡിഫ്ലക്ഷൻ ലെവലും ഒക്കെ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. Y1, Y2, Y3 ഡിഫ്ലക്ഷനായിട്ട് എടുക്കാം. അതുപോലെ ഇവിടെയുള്ള ആംഗിൾസ് θ1, θ2, θ3, θ4 ഈ എല്ലാ ആംഗിൾസും തന്നിട്ടുണ്ട്. റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ത്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. റിയാക്ഷൻസും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സിഗ്മ V ഈസ് ഈക്വൽ ടു 0. സിഗ്മ V ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെ VA ഉണ്ട്. വെർട്ടിക്കൽ ഫോഴ്സ് VA മുകളിലോട്ടാണ്. VA പ്ലസ് VB ഈസ് ഈക്വൽ ടു 40 താഴോട്ടാണ്, 30 താഴോട്ടാണ്, 20 താഴോട്ട്. അപ്പോൾ മൂന്നും നെഗറ്റീവ് സൈനാണ് വരുന്നത്. അപ്പോൾ VA പ്ലസ് VB മൈനസ് 40 മൈനസ് 30 മൈനസ് 20 ഈസ് ഈക്വൽ ടു 0. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് VA പ്ലസ് VB ഈസ് ഈക്വൽ ടു 40 പ്ലസ് 30 പ്ലസ് 20
നെഗറ്റീവ് സൈൻ എല്ലാം ഒരു സൈഡിൽ, പോസിറ്റീവ് സൈഡെല്ലാം ഒരു സൈഡിൽ. അപ്പോൾ VA + VB എന്ന് പറയുന്നത് നമുക്ക് 90 എന്ന് കിട്ടും. ഇനി അടുത്ത് കണ്ടുപിടിക്കുന്നത് VA കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ നമ്മൾ മൊമെൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. മൊമെൻ്റ് എടുക്കാൻ വേണ്ടി സിഗ്മ MA = 0 എടുക്കുക. സിഗ്മ MA = 0ൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യും, എയുടെ പോർഷനാണ് 0 എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ 40 പോവാം. 40 ഇൻറ്റു ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. പ്ലസ് അടുത്ത് 30 എടുക്കുക. 30 എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 10 ആണ്. പ്ലസ് 20 എടുക്കുമ്പോഴും ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത്, 15 ആണ് വരുന്നത്. 5 + 5 + 5. അടുത്തൊരു വ്യത്യാസം വരുമ്പോൾ VB മേളിലോട്ടാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത്. 20 ഡിസ്റ്റൻസ് ആണ്, മൈനസ് സൈൻ ആണ് വരുന്നത്. ഓക്കെ, അപ്പം മൊമെൻറ്റ് നോർമലി എടുക്കുമ്പോൾ തന്നെ എടുത്താൽ മതി. അപ്പോൾ 40 × 5 + 30 × 10 + 20 × 15 - VB × 20 = 0. ഇത് ബേസിക്കായിട്ട് നമ്മൾ മോസ്റ്റിൽ പഠിക്കുന്നതാണ്. VAയും VBയും നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. കാരണം ഇതിൽ നിന്ന് VA കിട്ടും, ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് VB നമുക്ക് കിട്ടാം. ഓക്കെ, VB കിട്ടും, ദെൻ VA. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഓരോ പോയിന്റിലെ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ M1 എന്ന് പറയുന്ന പോയിന്റിലുള്ള മൊമെൻ്റാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. M1 എന്ന് പറയുന്ന പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ VA, അവിടുത്തെ ഡിസ്റ്റൻസ് 5. M2 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് VA ഇൻറ്റു എങ്ങനെയാണ് വരുന്നത്, 10, 5 + 5. അടുത്ത് M3 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തെന്ന് പറഞ്ഞാൽ 5 + 5 നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പം 5 + 5 + 5 അത്രയും ഡിസ്റ്റൻസ് നമുക്ക് എടുക്കണമെന്നില്ല. ഈ ലെഫ്റ്റ് സൈഡ് അല്ലാതെ ഈ 3 പോയിന്റ് M3 എടുക്കുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡ് എടുക്കാം. കാരണം റൈറ്റ് സൈഡിൽ ഒരു റിയാക്ഷൻ ഫോഴ്സ് അല്ലേ ഉള്ളൂ, VB × 5. എവിടെയാണോ എളുപ്പമുള്ള സൈഡ്, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. അപ്പോൾ ആ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൈഡ് വേണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യാൻ. അങ്ങനെ M3 എന്ന് പറയുന്നത് ഞാൻ റൈറ്റ് സൈഡ് എടുക്കുന്നതുകൊണ്ട് തന്നെ VB × 5 കിട്ടും. അതിൻ്റെ ആൻസറുമായി. അപ്പോൾ M1 ആയി, M2 ആയി, M3 ആയി. അടുത്ത് Y1 എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ 0.8 മീറ്റർ എന്ന ക്വസ്റ്റ്യനിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അത് യൂസ് ചെയ്തിട്ട് Y1, Y2, Y3 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം Y1 തന്നിട്ടുണ്ട്, Hൻ്റെ വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ H നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. H കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് H = M1/Y1. ഈ ഇക്വേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നേരത്തെ തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡിൻ്റെ ഇക്വേഷൻസ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു 3 ഇക്വേഷൻ. Y1 = M1/H എന്നാണ് കോമൺ ഇക്വേഷൻ. അതിൽ നിന്ന് ഞാൻ H കാൽക്കുലേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. H = M1/Y1. M1ൻ്റെ വാല്യൂ അറിയാം, Y1 അറിയാം, H കിട്ടും. ഇനി അടുത്ത് Y2 കാൽക്കുലേറ്റ് ചെയ്യുക. Y2 കാൽക്കുലേറ്റ് ചെയ്യാൻ M2/H കാൽക്കുലേറ്റ് ചെയ്താൽ മതി. Y3 M3/H. ഇനി അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട തീറ്റയാണ്. θ1, θ2, θ3, θ4. അപ്പോൾ അതിലും tan θ1 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Y1/5 ആണ്. ഇത് വേറൊന്നുമില്ല, ഈ ഒരു ട്രയാങ്കിൾ ബേസ് ചെയ്താണ് എടുത്തേക്കുന്നത്. tan θ1 എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, tan θ1 = ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്ന Y1 തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 5. ഇതിൽ നിന്നാണ് θ1 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എടുക്കുന്നത്. ഇതേ സെയിം തന്നെയാണ് ബാക്കിയുള്ളത്. അപ്പോൾ θ1 നമുക്ക് അതിൽ നിന്ന് കിട്ടും. വാല്യൂ Y1 അറിയാം. അതുപോലെ തന്നെ tan θ1ൽ θ1 കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് tan ഇൻവേഴ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതേ പ്രൊസീജിയർ പോലെ തന്നെ tan θ2 ചെയ്താൽ മതി. tan θ2 ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ടോട്ടൽ Y2ൽ നിന്ന് നമ്മൾ Y1 കുറയ്ക്കേണ്ടി വരും. കാരണം Y1 എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, Y2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഇത്രയാണ്. ഈ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ ഈ Y1 കുറച്ചാലേ ബാക്കിയുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ tan θ2ൻ്റെ ഇക്വേഷനുമായി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് tan θ3 ആണ്. tan θ3 എന്ന് പറയുമ്പോഴത്തേക്കും ആ കിട്ടിയ Y2ൽ നിന്ന് RHS സൈഡിലുള്ള Y3 കാൽക്കുലേറ്റ് ചെയ്യാം, മൈനസ് ചെയ്യാം, θ3 കിട്ടും. ദെൻ θ4 എടുക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് Y3 / 5 ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാവുന്ന സമയത്ത് നമുക്ക് മൊമെൻറ്റ് കിട്ടി, ഡിഫ്ലക്ഷൻ കിട്ടി, സ്ലോപ്പ് കിട്ടി. ഓക്കെ, അടുത്ത് നമ്മൾ ഓരോ പോയിൻറ്റ്സ് ആയിട്ട് എടുത്തിട്ട് ടെൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ ടെൻഷൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ പോയിൻ്റ് എടുക്കുക. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ 40 kN ആക്ട് ചെയ്യുന്നില്ലേ, ആ പോയിൻ്റ് എടുക്കുക. എന്നിട്ട് ലാമിസ് തിയറം അല്ലെങ്കിൽ സൈൻ റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇക്വേഷൻസ് T1, T2 കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ആ ഫിഗർ അതുപോലെ തന്നെ വരച്ചതാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. T1, T2, 40 വരുന്നത്. ഇതിൽ T1ന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. T1ന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ 90 - θ2 ചെയ്താൽ കിട്ടും. അതുപോലെ T2 എടുക്കുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആംഗിൾ എടുക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്?
T1നും 40ക്കും ഇടയിലുള്ളതാണ് 90 + θ1 ചെയ്താൽ മതി. 40ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ 180 - θ1 + θ2 ചെയ്യണം. ഈ ഒരു സൈൻ റൂൾസ് ഫോമിൽ ചെയ്യുന്ന സമയത്ത് T1 കിട്ടും, T2 കിട്ടും, T3 കിട്ടും. T3 ഇല്ല, ഫസ്റ്റ് സെക്ഷനിൽ T1 T2 ആണ് കിട്ടുന്നത്. സൈൻ റൂൾ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്തു, ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനും ഈ 40 വരുന്ന ഇക്വേഷനും കൂടെ എടുക്കുക, T1 കിട്ടും. അടുത്തത് ഈ രണ്ട് ഇക്വേഷൻസോ അല്ലെങ്കിൽ ഈ T2 40 വരുന്ന ഇക്വേഷൻസും എടുത്ത് T2 കിട്ടും. അങ്ങനെ അൺനോൺസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്തെടുക്കാൻ. അടുത്ത് രണ്ടാമത്തെ പോയിൻ്റ് എനിക്ക് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, അധികം അൺനോൺസും കാര്യങ്ങളൊന്നുമില്ല, കാരണം നമ്മൾ കണ്ടുപിടിച്ച സെയിം സാധനമാണ് വരുന്നത്. മൂന്നാമത്തെ പോയിൻ്റാണ് ഞാനിനി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിൻ്റ് എടുത്തിട്ട് സെയിം നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയറാണ്. ലാമിസ് തിയറം ഫോളോ ചെയ്യുന്നു. ലാമിസ് തിയറം ഫോളോ ചെയ്തിട്ട് T4 T3 കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഫിഗറിൽ വേറെ ഒന്നുമില്ല, ആ കറക്റ്റ് ആ ഒരു പൊസിഷനിൽ T1 T3 T4 നമ്മൾ പ്ലേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. T4ഉം T3യും കിട്ടി. അടുത്ത് നമ്മൾ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു, കേബിളിൻ്റെ ടോട്ടൽ ലെങ്ത്. കേബിളിൻ്റെ ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആ ഫിഗറിൽ നിന്ന് cos θ എടുത്താൽ മതി. cos θ1 എന്ന് പറയുന്നത് 5/L1 ആണ്. അതുപോലെ cos θ1 ചെയ്യുക, cos θ2 ചെയ്യുക, cos θ3 ചെയ്യുക. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ടോട്ടൽ ലെങ്ത് കിട്ടും. കാരണം cos θ1 = 5/L1 ആണ്. L1 എന്ന് പറഞ്ഞാൽ cos θ1 ഇൻറ്റു L1 എന്ന് പറയുന്നത് 5/cos θ1 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് L1 കിട്ടും. അതുപോലെ തന്നെ എന്താണ് L2 എന്ന് പറയുന്നത് 5cos θ2, L3 5/cos θ3, L4 എന്ന് പറയുന്ന 5/cos θ4 ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ലെങ്ത് കിട്ടും. ഞാൻ ഇത്രയും സ്പീഡിൽ പറഞ്ഞത് ഓൾറെഡി ഇത് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോയത്.